ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മുസ്ലിം ലീഗ്. ഇ.ടി. മുഹമ്മദ് ബഷീർ മലപ്പുറത്തും MP അബ്ദുസമദ് സമദാനി പൊന്നാനിയിലും മത്സരിക്കും. തമിഴ്നാട് രാമനാഥപുരത്ത് സിറ്റിംഗ് MP നവാസ് ഗനി തന്നെ സ്ഥാനാർത്ഥിയാകും. കോൺഗ്രസ് വിട്ട് നൽകിയ രാജ്യസഭാ സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥിയെ പിന്നീട് പ്രഖ്യാപിക്കുമെന്നും മുസ്ലിം ലീഗ് നേതാക്കൾ വ്യക്തമാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സീറ്റിനായി അവസാന നിമിഷം വരെ ശബ്ദമുയർത്തിയ മുസ്ലിം ലീഗ് കോൺഗ്രസിന്റെ രാജ്യസഭാ സീറ്റ് എന്ന ഫോർമുലയ്ക്ക് മുന്നിൽ സമ്മതമൂളി. മുസ്ലിം ലീഗിന്റെ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറിയും നിലവിൽ പൊന്നാനി MP-യുമായ ഇ.ടി. മുഹമ്മദ് ബഷീറാണ് മലപ്പുറത്തെ സ്ഥാനാർത്ഥി. മുസ്ലിം ലീഗിന്റെ ദേശീയ സീനിയർ വൈസ് പ്രസിഡന്റും നിലവിൽ മലപ്പുറം MP-യുമായ അബ്ദുസമദ് സമദാനി പൊന്നാനിയിൽ മത്സരിക്കും. ഇതിനു പുറമെ തമിഴ്നാട്ടിൽ മുസ്ലിം ലീഗ് മത്സരിക്കുന്ന രാമനാഥപുരത്ത് സിറ്റിംഗ് MP നവാസ് ഗനിയുടെ പേരും പ്രഖ്യാപിച്ചു. ഇന്ന് രാവിലെ പാണക്കാട് ചേർന്ന മുസ്ലിം ലീഗ് നേതൃയോഗത്തിന് പിന്നാലെയാണ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ സാന്നിധ്യത്തിൽ ദേശീയ ജനറൽ സെക്രട്ടറി P.K. കുഞ്ഞാലിക്കുട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. കേരളത്തിൽ UDF-നെയും ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയും ശക്തിപ്പെടുത്തുമെന്നും P.K. കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു. മുസ്ലിം ലീഗ് പുറത്താക്കിയ മുൻ സംസ്ഥാന സെക്രട്ടറി KS ഹംസയെ സ്ഥാനാർത്ഥിയാക്കി പൊന്നാനിയിൽ സമസ്ത അനുകൂല വോട്ടുകൾ സമാഹരിക്കാനുള്ള LDF നീക്കത്തിന് അബ്ദുസമദ് സമദാനിയെ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ തടയിടാൻ സാധിക്കുമെന്നാണ് മുസ്ലിം ലീഗ് നേതൃത്വം കരുതുന്നത്. മൂന്നാം സീറ്റ് എന്ന ആവശ്യത്തിന് പകരമായി ലഭിച്ച രാജ്യസഭാ സീറ്റിൽ ജൂണോടെ മാത്രം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയാൽ മതിയെന്നാണ് ലീഗ് നേതൃയോഗത്തിലെ മറ്റൊരു തീരുമാനം. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.